അപ്പൊ നമ്മള് ഇങ്ങനെ പുട്ടുണ്ടാക്കണെല്ലാം തീർന്നു. ഇനി അവിടെ നമ്മള് പുട്ടുകാലി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പുട്ടുകാലി എന്ന് പറഞ്ഞ സംഭവം അവിടെയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ പുഴി പുട്ടെല്ലാം കൂടി അങ്ങോട്ട് എടുത്ത് കുത്തിയിട്ട് അവിടെ എന്തോ കറികളുടെയോ അല്ലെ കറികളൊക്കെ വെച്ചിട്ട് എന്തോ സംഭവം ഉണ്ട്. നമുക്ക് എന്താന്ന് എന്തൊക്കെയാണ്? പയറ്, കടല, നെയ്ച്ചോറ്. നെയ്ച്ചോറിന്റെ പോലെ ഇത് ചിക്കൻ കറി, മീൻ കറി. ഇത് കുറെ ഉണ്ടല്ലോ. ഇത് ഓപ്ഷൻസ് ആണോ ഇത്? അല്ല താറാവ് കറി. നല്ലൊരു ഓപ്ഷൻ ആണത്. രണ്ട് കാര്യത്തിലുണ്ടല്ലോ, വെജ് നോൺ വെജും ഉണ്ടല്ലോ. മാർബിൾ പുട്ടും താലി, മാർബിൾ പുട്ട് താലി റെഡി. നോൺ വെജ് മാർബിൾ പുട്ട് താലി താലി, മാർബിൾ പുട്ട് താലി നോൺ വെജ്. ഈ താലിക്കും ബാക്കിയുള്ളതിന് കറി ഉണ്ടാക്കുന്നത് നമ്മുടെ വേറൊരു ജോർജ് ഉണ്ട് അല്ല കേട്ടാ. ഇവിടെയാണല്ലോ കറിയൊക്കെ പ്രിപ്പയർ ചെയ്യണത്. ഇതെന്തേറി ഇപ്പൊ വെക്കുന്നത്? ചെമ്മീൻ കറി. നമ്മൾ നേരത്തെ കഴിച്ചില്ലേ ചെമ്മീൻ റോസ്റ്റ്, അതാണ് ഇപ്പൊ ഉണ്ടാക്കുന്നത്. നല്ല എനിക്ക് ഉള്ളും ഇഷ്ടപ്പെട്ടു. ഇനി കഴിക്കുന്നത് നമുക്ക് പോവാം. എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് ഉണ്ടാക്കണം കണ്ടിട്ട് ഞാൻ ഇങ്ങനെ വെമ്പി ഒക്കെ വരുന്നത് കഴിക്കാം. എന്തായാലും നമുക്ക് കഴിച്ചു പോകാം. നമുക്ക് ടേബിളിലേക്ക് പോവാം. ഹായ്, വിഷ്ണു. എങ്ങനെയുണ്ട് നമ്മുടെ അതേപോലുള്ള ഫുഡ്? അടിപൊളിയാണ്. എങ്ങനെയുണ്ട് കൊമേഴ്ഷ്യൽ താലി അല്ലേ? രസമുണ്ട്, അടിപൊളി. നിങ്ങൾ സ്ഥിരം വരാറുണ്ടോ ഇപ്പോ? ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പൊ അതെങ്ങനെയാ അറിഞ്ഞത്? നമ്മുടെ ഇത് ബാംഗ്ലൂർ പഠിക്കാണ്. ഇന്ന് തന്നെ അയക്കാം. അന്ന് ദിവസം തന്നെ മൊത്തം കഴിച്ചേക്കാതല്ലേ? ഇപ്പൊ പൊളിച്ചുവല്ലോ. അപ്പൊ ശരി, കഴിക്കും, കിടക്കട്ടെ. നല്ല പുട്ട് ഇല്ല അല്ലേ? നിങ്ങൾ എല്ലാത്തരം ട്രൈ ചെയ്തോ അതോ ആദ്യമായിട്ടാണോ? അതോ ആദ്യമായിട്ടാണ്. ശരിക്കും ഇഷ്ടപ്പെട്ടു തോന്നുന്നുണ്ട്. അകത്ത് കണ്ടു എങ്ങനെ പുട്ടുണ്ടാക്കുന്നത്. അത് കുറേ പേര് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മുന്നോട്ടുണ്ടാകുന്നു. വളരെ ഹൈജീനിക് ആയിട്ടൊക്കെ. ഇത് ശരിക്കും നമ്മുടെ വളരെ റീസൺ. ഞാനിപ്പോൾ മെനു കാർഡ് എൻ്റെ കയ്യിലുണ്ട്. ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഫിഷ് പുട്ട്, പയർ പുട്ട് 40 രൂപ, ചോക്ലേറ്റ് പുട്ട് 70 രൂപ, ചെമ്മീൻ പുട്ട്, ഇറച്ചി പുട്ട് എല്ലാം 70, 50, 40 ആ ഒരു റേഞ്ചിൽ തന്നെയാണ്. ശരിക്കും നമ്മുടെ ഈ ഒരു റീസണബിൾ റേറ്റും ഇത്ര കാര്യങ്ങൾ ഇങ്ങനെ എല്ലാം കൊണ്ടുപോകുമ്പോൾ എക്സ്പെൻസ് ശരിക്കും നന്നായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുന്നല്ലോ. ഇതെന്താ സംഭവം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഓക്കെ, അതൊക്കെ നാട്ടുകാർക്ക് അറിയേണ്ട കാര്യമില്ല. ഇപ്പോൾ നമ്മളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒറ്റയടിക്ക് നമ്മൾ മുടക്കിയേക്കുന്ന പൈസ മുഴുവനും ഒരാഴ്ച കൊണ്ട് നാട്ടുകാരെ ഇന്ന് പിരിച്ചു കിട്ടണമെന്ന് അത് എന്ന് വെച്ചിട്ട് നമുക്ക് മെനു ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ലില്ല. ഇത് ഇപ്പോൾ പറഞ്ഞ വിഷ്ണു പറഞ്ഞ പോലെ നമ്മൾ ഒരു പ്രാവശ്യം ആൾക്കാർക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ പേടിയാണ്. ഇത് ഈ സെറ്റപ്പൊക്കെ ഉണ്ടാക്കി ഈ ദിലീപിന് ആവശ്യമല്ലേ ഇവന്മാരൊക്കെ കൂടി വലിയ കോട്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലൈഡ് ആവോ എന്നൊക്കെ ചോദിച്ചിട്ട് ഉള്ള പൈസ കൂടി എല്ലാവരും കൂടി അങ്ങനെ ഒരു പേടി ചിലപ്പോൾ പുറത്ത് നോക്കുമ്പോൾ ഉണ്ടാവും. പക്ഷെ അകത്ത് കയറി ഒരു പ്രാവശ്യം വന്നു കഴിയുമ്പോഴാണ് ഇത് ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് എന്നൊക്കെ ഉള്ളത് വീണ്ടും വരും. അപ്പൊ ആ പേടി ആദ്യം വിഷ്ണു വന്നപ്പോ തന്നെ ഞങ്ങൾ പറഞ്ഞു എല്ലാം കൊള്ളാം, ഉള്ളിൽ കയറി എന്താണോ എന്തോ ഹീറോ ആ ഒരു രീതിയിൽ തന്നെ. ഇപ്പൊ മനസ്സിലായില്ലേ കളസംക്രാന്തി? അയ്യോ ഇല്ല, കണ്ടിട്ട് പപ്പടം വന്നു. ഇതാണ് നമ്മുടെ ലീഡേഴ്സിൽ ഒരാള് റിന്. ഇത് എന്റെ പ്ലേറ്റിൽ ഇരിക്കുന്ന മാർബിൾ പുട്ട്. ഇതാണ്ടാ മാർബിൾ പുട്ട്, ചെമ്മീൻ പുട്ട്. മാർബിൾ പുട്ടിന്റെ കണ്ട ഈ മാർബിളിന്റെ ഒരു ഡിസൈൻ കണ്ട. ഞാൻ പറഞ്ഞില്ല പല ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്തിപ്പോൾ ഇത് അരി, പിന്നെ റാഗി, ഗോതമ്പ്, അങ്ങനെ കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനം. പിന്നെ ബാക്കി എന്തൊക്കെ ഉണ്ട് എന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. ഫിഷ്, പഴം, പിന്നെ സ്വീറ്റ്, പിന്നെ ഇറച്ചി, മീന് എല്ലാം ഉണ്ട് ഇതിനകത്ത്. പയറ്, പിന്നെ റൈസ്, നെയ്ച്ചോറ്. അത് വെജുണ്ട് നോൺ വെജുണ്ട് എല്ലാം മിക്സ് ആണ്. അതാണ് പറയുന്നത് പുട്ട് താലി. ഇത് പഴം. ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സംഭവം അറിയാമോ? ഇത് നമ്മൾ സ്വീറ്റ് ലാസ്റ്റ്
പുട്ടായിട്ട് മിക്സ് ചെയ്ത് കഴിച്ചു നോക്കിയിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് പുട്ടായിട്ട് മിക്സ് ചെയ്ത് കഴിച്ചാൽ ഇത് മാത്രം പിന്നെ മോൻ കഴിക്കുള്ളൂ. മാറ്റി വയ്ക്കാം ആദ്യം, ബാക്കിയെല്ലാം ടേസ്റ്റ് ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ചെയ്തിട്ട് കഴിച്ചാൽ മതി. മീനുണ്ട്, മീനൊക്കെ ഉണ്ടാവും കുടംപുള്ളിയിട്ട് വെറ്റിച്ച്. ഇത് ഫോർമാലിറ്റിക്കല്ല കേട്ടോ. സാധാരണഗതിയിൽ നമ്മളിങ്ങനെ ഒരു ഹോട്ടലിൽ കയറി അല്ലെങ്കിൽ ക്യാമറയ്ക്ക് മുമ്പിൽ ഭക്ഷണം കഴിച്ചിട്ട് ഗരൻ എന്ന് പറയിപ്പിക്കുന്ന പോലെയല്ല. സാധാരണ ക്യാമറ ഇല്ലാണ്ട് നാട്ടുകാർ പറയുന്നുണ്ട്. ക്യാമറയുടെ മുമ്പിലല്ലെങ്കിൽ നാട്ടുകാർ പറയുന്നത് അളിയെ കലക്കിയിട്ടുണ്ട് എന്ന് പറയും. നല്ല ഫുഡ് കിട്ടി, അത് ഞാൻ കിട്ടി. എന്നെ ഇവിടെ നിന്ന് ചിരിപ്പിച്ച് കൊല്ലാണ് മനുഷ്യൻ. അതല്ല നമ്മുടെ പണി ഇതല്ലേ. സ്പെഷ്യാലിറ്റി കോക്ടെയിൽ പുട്ടാണ്. ചെറുപയർ പഫ്ഡ് ബീൻസ് വരുന്നുണ്ട്, ചോളം, മാർബിൾ, രാഗി എല്ലാം വരുന്ന കോക്ടെയിലാണ്. സ്പെഷ്യൽ എത്ര കൊടുക്കുന്നത് ഇത് കോക്ടെയിൽ? ഈ ഒരു ഫുഡ് നമ്മൾ എത്ര ഇവിടെ കിട്ടി? 40 രൂപ അത്രേ ഉള്ളൂ. എല്ലാ ടൈപ്പ് റാഗി, ചോളം, എന്താ പറയാ, പുട്ട് എന്തൊക്കെ വെച്ചുണ്ടാക്കാൻ മെയിനായിട്ട് ഉണ്ടാവും. ശരിക്കും ഈ ഒരു കഷ്ണം പുട്ട് കഴിച്ചാൽ പിന്നെ ഇത്രയും കറികളും കൂട്ടിയിട്ട് താലി ഇതിനകത്ത് എല്ലാം ഉണ്ട്. നോൺ വെജ് 2-3 നോൺ വെജ്, 3-4 വെജ്, പിന്നെ ഒരു സ്വീറ്റ്, പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ നെയ്ച്ചോറ്. ഇതെല്ലാം കൂടി ഒരു മനുഷ്യന്, സാധാരണ മനുഷ്യന്, വിഷ്ണുവിനല്ല കേട്ടോ, നമ്മൾ സാധാരണ മനുഷ്യരെ ഉദ്ദേശിച്ചിട്ട് ഇതൊക്കെ ധാരാളമാണ്. അപ്പോൾ നമ്മളതൊക്കെ കേട്ടല്ലോ. ഇവിടെ ഞാൻ എന്ത് പുട്ട് ഇങ്ങനെ എടുത്തു വെക്കുമ്പോൾ മറ്റേ ഏതൊരു പടത്തിൽ ഇങ്ങനെ ഓരോ സാധനം എടുക്കാൻ പോകുമ്പോൾ കഴിക്കാൻ വരട്ടെ എന്ന് പറഞ്ഞ പോലെ എന്നെ ഇവിടെ ചിരിപ്പിച്ച് കൊന്നോണ്ടിരിക്കുക. ഇക്കാ നമുക്കിത് കഴിക്കാം, എന്തായാലും ഞങ്ങളിത് ഒപ്പം ഇത് കഴിക്കാൻ പോയല്ല, എന്നെ ചിരിപ്പിച്ച്. അല്ല, ഞാൻ നേരത്തെ വേറെ കാര്യം പറഞ്ഞില്ലേ, നമ്മൾ നല്ല അഭിപ്രായം പറയും. പക്ഷെ നാട്ടുകാരെന്ത് പറയുന്നു എന്നുള്ളത് ചോദിച്ചിട്ട് സത്യസന്ധമായിട്ട് ടെലികാസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ നമ്മൾ തിന്നോണ്ടേയിരിക്കും, സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊക്കെ അങ്ങ് കഴിച്ച് നല്ല സംതൃപ്തി അടഞ്ഞേ പോവും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും മസ്റ്റായിട്ട് വരണം. കാരണം ഇതിപ്പോൾ തന്നെ നിങ്ങൾക്ക് വായിൽ അങ്ങ് വെള്ളമല്ല, ശരിക്കും നമ്മുടെ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. എന്തായാലും മസ്റ്റായിട്ട് വരണം. നല്ല നാടൻ ഫുഡ് തന്നെയാണിത്. എന്തായാലും ഇപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച കാണാം. നാദിഷിക്ക വളരെ നന്ദി, താങ്ക് യു. ഹാർട്ട് ടു ഹാർട്ട്. ഇത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന കാരണം റോങ് ആണ്, എന്നാലും കുഴപ്പമില്ല. ഇങ്ങനെ അതുകൊണ്ട് ഏതായാലും സന്തോഷമുണ്ട്. വിഷ്ണുവിനെ പോലുള്ള ഒരുപാട് നല്ല ഭക്ഷണം കഴിച്ചിരിക്കുന്ന ഒരാൾ കൃത്യമായിട്ട് നല്ല അഭിപ്രായം പറഞ്ഞതിന്, പിന്നെ നന്നായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഇവിടെ വന്നതിന് നമ്മുടെ മാതൃഭൂമിയുടെ എല്ലാവരോടും, കപ്പ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളോടും, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്, എല്ലാ ഫ്രണ്ട്സിനോടും, പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ആ സുഹൃത്തുക്കളോടും ഒക്കെയുള്ള ഹൃദയം നിറഞ്ഞ് നന്ദി. നിങ്ങളോട് വരണം കേട്ടോ. ഈ പുട്ടുകടന്ന് അല്ലെങ്കിൽ ദേ പുട്ട് എന്ന് പറയുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനം കേട്ടുകൾക്ക് വേണ്ടി മാത്രമല്ലേ ഉള്ളൂ. ഒന്ന് കണ്ടിരിക്കുക, ഒരു പ്രാവശ്യം വരും, സ്ഥിരം വന്നോളൂ. പുറത്തുനിന്ന് ദേ പുട്ടെന്ന് പറഞ്ഞ് പോകരുത്, എന്തായാലും ഇവിടെ വന്ന് കഴിച്ചിട്ട് പോകാം. അതെ. പിന്നെ ഇവിടുത്തെ കിച്ചൻ്റെ ഒരു ഭാഗം ഞാൻ ഓൾറെഡി തന്നെ ക്ലിയർ ചെയ്ത് തുടങ്ങും. എന്തായാലും നല്ല നാടൻ ഫുഡാണ്. നിങ്ങൾ വരിക, നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ, സിംപ്ലി നാടൻ.